പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ച് അത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വരതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവെ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പൊതുദാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഭിഷേകമാണ്. നമുക്കറിയാലോ, ഈ സ്വർഗസ്ഥനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഈശോയോട് പറഞ്ഞില്ലേ? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത്രയും 5 കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഒന്നും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ കേൾക്കാത്ത പ്രാർത്ഥനയിൽ എടുക്കേണ്ട നിലപാടുകളേ ഉള്ളൂ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ചില സമയത്ത് ക്രിസ്തുവിന് സംഭവിച്ച പോലെ പരമപിതാവ് കേൾക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല. കേട്ടാൽ നമുക്ക് ഭൗതിക നേട്ടവും ആത്മീയ നഷ്ടവും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പിതാവെ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ളത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട, അത് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകേണ്ട ആന്തരിക അഭിഷേകമാണ്. ആ ആന്തരിക അഭിഷേകം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഒരു പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിയത് എവിടെ വെച്ചാൽ അന്ത്യമായിട്ട് പിതാവ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? പിതാവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഈശോ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ചെയ്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഐ കമൺ മൈ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ?
ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നതിൻ്റെ സമാന്തരമാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ അത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് എടുക്കേണ്ട നിലപാടുകളാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ആപ്ലിക്കേഷൻസിലുള്ളത്. അതുകൊണ്ടാണ് ഈശോയുടെ ആ സംതൃപ്തി എന്ന് പറയുന്നത് അഭിഷേക സ്നിഗ്ധമായ സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ഐസയ പറയണതില്ലേ 53:10 പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയുടെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. യേശയ്യാ 53:11 എന്താ പറയണേ? തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് തൻ്റെ ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം, അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു പറഞ്ഞുള്ള വിശ്വാസ പ്രഖ്യാപനം, അതിൻ്റെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. അപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഒരു സംതൃപ്തി ഉണ്ട്. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആഹാരത്തിലൊന്നും അതിനുശേഷമേ അന്ന് വേണ്ട ആഹാരമൊക്കെ കിടക്കണത്. അപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഉള്ളത് എന്താണ്? കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ അവസ്ഥയല്ല, അതിന് പകരം അഭിഷേകമാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മുഴുവനും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം, നീ സ്വർഗ്ഗസ്ഥനായ പിതാവിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥന മുഴുവനും പ്രാർത്ഥിക്കണത്. ഇതിന് പരിശുദ്ധാത്മാവ് നിറയണമേ, ദൈവഹിത നിറവേറ്റാൻ എനിക്ക് അഭിഷേകം തരണമേ എന്നാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ഘടകങ്ങളിലെല്ലാം ആ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഇതിന് പരിശുദ്ധാത്മ നിറഞ്ഞിട്ട് അഭിഷേകത്തോടെ ഞാൻ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ഉള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള അഭിഷേകത്തിനാണ്, ആത്മാവിൻ്റെ അഭിഷേകത്തിന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോപ്പനും കൃപാസനം മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി. ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തു നിന്നുമാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ഗോപിനാഥാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2025 മാർച്ച് 22-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഒരു രോഗസൗഖ്യത്തിൻ്റെ ഇതിൽ പറയാനാണ്. ഉപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ന്യൂറോ സംബന്ധമായ പ്രശ്നത്തിന് അവിടെ OPയിൽ ഇരുന്ന സമയത്ത് കൊല്ലത്തു നിന്നും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് പള്ളിയിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് കൃപാസനം മാതാവിനെ കുറിച്ചാണ് വന്നത്. അപ്പോൾ അവർ ഉടനെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് യൂട്യൂബ് എടുത്ത് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അവിടുത്തെ പള്ളിയാണ്, അത് ഉടമ്പടി സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കാണിച്ചു തന്നു. അതെല്ലാം ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ പിറ്റേന്ന് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ എൻ്റെ തലയ്ക്കകത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. ഇടത്തെ കണ്ണിനകത്ത് തലയ്ക്കകത്തൊരു മുഴ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് കാര്യമാണ്. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ 100% എനിക്കത് ജീവനോട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ഓപ്പറേഷൻ ചെയ്തില്ല. ഞാൻ ഡോക്ടറോടത്ത് പറഞ്ഞ് ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മരുന്ന് കഴിച്ച് ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അവിടെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആളുമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. പിന്നെ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് മാറിക്കിട്ടി. എൻ്റെ കണ്ണിനകത്തുള്ളൊരു മുഴ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ കയ്യൊപ്പ് ശുശ്രൂഷയിൽ കൂടി എനിക്കത് മുഴ മാറിക്കിട്ടുകയും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞ് വലത്തെ കണ്ണിനകത്ത് പെട്ടെന്നുണ്ടായ, ഞാൻ സൂര്യപ്രകാശത്തിൽ ഒത്തിരി നേരം നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് അതെനിക്ക് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പം പിന്നെ എനിക്ക് കണ്ണ് കാണാൻ പറ്റാതെയായി. കണ്ണ് അങ്ങനെ ഓളം വെട്ടുന്നത് പോലെ ആയി. കണ്ണിലൊരു കൺകോട്ടയും വന്ന് നമ്മൾ വെട്ടത്തു നിന്നും ഇരുട്ടത്തോട്ട് പോയിരുന്നാലും അവിടെ നല്ല പ്രകാശം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഈ കണ്ണിലങ്ങ് പലവിധ നിറത്തിലുള്ള കളറുകൾ കാരണം എനിക്കത് കാണാൻ പറ്റാതെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഒരു കണ്ണ് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതുപോലെ കണ്ണിനകത്ത് ഒരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനും ചെയ്താലും അതിനും ഒരു ഉറപ്പ് പറയാൻ പറ്റൂല. അങ്ങനെ ഞാൻ ഈ നേർച്ച വസ്തുക്കൾ തന്നെയാണ് ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കണ്ണിൽ തേച്ചും എടുത്ത് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. പിന്നെ ചെറുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് രോഗസൗഖ്യങ്ങൾ മാറ്റിത്തന്നു. 10-20 വർഷം കൊണ്ട് ഞാൻ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഹോർമോണിൻ്റെ ഗുളിക കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഷുഗർ കൂടുതലായി. അങ്ങനെ വന്ന് എൻ്റെ ശരീരത്തിൽ നിന്നും ഷുഗർ പോകാതെയായി. ഞാൻ ഈ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളിൽ ഉപ്പ് കഴിക്കുകയും എന്ത് വെള്ളം കുടിച്ചിരുന്നാലും ഞാൻ അതിൽ ഒരു നുള്ളു ഉപ്പിട്ട് ഞാൻ കുടിച്ചതിൻ്റെ ഫലമായിട്ട് 20 വർഷം കൊണ്ട് മാറിപ്പോകില്ല എന്ന് പറഞ്ഞ ഷുഗർ എനിക്ക് പൂർണ്ണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. എങ്കിലും ഞാൻ ഇന്നും ആ ഉടമ്പടി വസ്തുക്കൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ചുമ വന്നാൽ പോലും തേൻ ഒരു നുള്ളെടുത്ത് വായിൽ വെച്ച് ഞാൻ അത് കഴിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് മോൻ തന്നെ പറയും. എൻ്റെ പേര് ഗോപിനാഥ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ശ്രീകാര്യത്തു നിന്ന് വരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വൈറസ് ബാധിച്ചിരുന്നു. ആ വൈറസ് വയറ്റിൻ്റെ അവിടെ മുതൽ കാലിൻ്റെ തുടേൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇത് ചെറുതായി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കൊതു ഉറുമ്പോ എല്ലാം കടിച്ച് കഴിക്കുന്നു. പിന്നെ അത് കൂടി ചൊറിച്ചിലായി തൊലിയൊക്കെ ഇളവാൻ തുടങ്ങി. നല്ല ചുവപ്പ് കളറിലൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു തരം വൈറസാണ്, ഇത് പടരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽമെൻറ്റും തന്നു, ഒരു ലോഷൻ മാതിരിയുള്ള ഇതും തന്നു. അങ്ങനെ അതൊക്കെ പുരട്ടിയിട്ട് എനിക്കൊരു യാതൊരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ സന്ധ്യാപ്രാർത്ഥന അമ്മ ചൊല്ലുമ്പോഴേക്കും ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിരുന്ന് അമ്മേരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അമ്മ എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി എണ്ണയും എനിക്ക് തേച്ച് തരുമായിരുന്നു. അങ്ങനെ തൈലം എനിക്ക് തേച്ച് തരുമായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ വൈറസിലെല്ലാം പൂർണ്ണമായി എൻ്റെ വയറ്റിൽ നിന്ന് മാറിയിരുന്നു. പിന്നെ വന്നത് എനിക്ക് പറയാനുള്ളത് എൻ്റെ 8ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്ക് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും എന്നെ ഫുൾ A+ഓടുകൂടി എന്നെ ജയിപ്പിച്ചു തന്നു. അതിന് എൻ്റെ യേശുവപ്പനോട് എൻ്റെ തിരുകുമാരനോട് എൻ്റെ പരിശുദ്ധ അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പരീക്ഷയ്ക്ക് എൻ്റെ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്ന അമ്മ രാവിലെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ ചെന്നിരുന്ന് അമ്മ എനിക്ക് വിശ്വാസ പ്രമാണവും ചൊല്ലി ഉടമ്പടി തൈലവും എനിക്ക് നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തേനും ഉപ്പും തന്ന് എൻ്റെ തലേൻ്റെ അവിടെയായിട്ട് ഉപ്പും വച്ചെന്ന് ഞാൻ പോകുമ്പം കഴുത്തിൽ കൊന്തയിട്ട് കാശുരൂപം വച്ചുകൊണ്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ പോയി എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് നല്ല മുൻ വിജയത്തോടെ എനിക്ക് ജയിക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ 15 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെ മാറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇതേപോലെ കൃപാസന അമ്മയുടെ അവിടെ വന്ന് അവിടുത്തെ ഉടമ്പടി തൈലവും എല്ലാം അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തേച്ചിട്ടാണ് എനിക്കിത് മാറിയെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൃപാസന അമ്മ എനിക്ക് എല്ലാം മാറ്റി തന്നത്. എൻ്റെ യേശുവപ്പനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പത്രം എല്ലാ ബസ് സ്റ്റാൻഡുകളിലും, ഞങ്ങളുടെ അങ്ങോട്ടുള്ള ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകളിലും ബാങ്കുകളിലും ഞാൻ എവിടെ പോവോ അവിടെയുള്ള സ്ഥലങ്ങളിലും ഞാൻ കൊടുത്ത് എൻ്റെ അനുഭവം പറഞ്ഞ് തന്നെ അവരോട് ഞാൻ കൊടുക്കാറുണ്ട്.
പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒരുപാട് സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു ആറ്റിങ്ങലുള്ള കരുണാലയം എന്ന സ്ഥലത്ത് പോയി അനാഥരെ കണ്ടു. അവിടെ ഞങ്ങൾ 2-3 പേര് കൂടെ ചേർന്ന് ഷെയർ ചെയ്ത് അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്തു. അതിൻ്റെ മുന്നേ വർഷം ഞാൻ ഒരു ഓണത്തിന് കൊഞ്ചിറവിള, തിരുവനന്തപുരത്ത് കൊഞ്ചിറവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് അനാഥ മന്ദിരത്തിൽ കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തു. കുറേ 15 കിലോ അരി വാങ്ങിച്ച് കൊടുത്തു. എന്നാൽ കഴിയുന്ന എൻ്റെ കൈക്ക് വരുന്ന കാശിനനുസരിച്ച് ഞാൻ എൻ്റെ വീട് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ അവർക്ക് പാവങ്ങൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പ്രാർത്ഥന ജീവിതവും ഞാൻ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ഉപവാസം എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വയ്യാതായതിനുള്ള അത് എടുക്കാൻ പറ്റിയില്ല. ജപമാല ചൊല്ലും, ബൈബിൾ വായന ഉണ്ട്, അതൊന്നും മുടങ്ങാറില്ല. അതെല്ലാം ചെയ്യും. 5:30 മണിക്കുള്ള ഡെയിലി ബ്രെഡും അതും മുടങ്ങാറില്ല. 7 മണിക്കുള്ള സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ഞാൻ ചൊല്ലാറുണ്ട്. ഇപ്പോൾ അമ്മമ്മയും മണക്കമാസത്തിൻ്റെതും അതും ഞാൻ ചൊല്ലാറുണ്ട്. ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് അവസാനം വരെയും കൃപാസനത അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ട് നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവാനുഭവമാണ് ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ജോലി പ്രശ്നമാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക തകർച്ചയാവാം. ദൈവം ഒരു വഴി തുറന്നു തരും എന്നൊരു വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. രോഗാവസ്ഥയിൽ, ജോലിയില്ലായ്മയിൽ, രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുമെന്നും ജോലിയില്ലായ്മയിൽ ജോലി കിട്ടുമെന്നുമുള്ള ഒരു പ്രത്യാശ, ഒരു വിശ്വാസം, ഒരു ഉറപ്പാണ്. കാരണം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവകൃപയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമുക്ക് സമർപ്പിക്കാം. അമ്പിളി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഈ മകള് കണ്ണീരോടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് രോഗസൗഖ്യമാണ് ലഭിച്ചത്. സർജറി വേണമെന്ന് പറഞ്ഞ രോഗങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് സർജറി കൂടാതെ രോഗസൗഖ്യം ലഭിക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയും ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നമുക്കറിയാം, ജോസഫ് അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട് 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയതയിലാണ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് 40 വർഷമല്ല, അച്ഛൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ആത്മീയതയുടെ ഒരു പാതയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. അങ്ങനെ ഈ മകളും വന്ന് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിക്കുകയും സൈത്ത് തേച്ച് അച്ഛൻ അമ്പിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സർജറി കൂടാതെ പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതുപോലെ തന്നെയാണ് മകൻ ഗോപിനാഥ്, കൊച്ചു പയ്യനാണ്. ഈ ചെറുപ്പകാലത്ത് തന്നെ, ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകന് ഒരു നല്ലൊരു വിശ്വാസത്തിൻ്റെ ഒരു വഴിയിലേക്കാണ് ഈ അമ്മക്കാരൻ, സ്വന്തം അമ്മ അമ്പിളി ഈ മകനെ കൊണ്ടുപോകുന്നത്. കാരണം ഈ ചെറുപ്പകാലത്ത് തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഉടമ്പടി എടുത്തവരെ പോലെ തന്നെ ഈ അക്രൈസ്തവരായ ഈ കൊച്ചുമകൻ ഗോപിനാഥ് അമ്മയോട് കൂടെ ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മ കൃപാസന അമ്മയെപ്പറ്റി അറിയാനും ദൈവകുമാരനോട് ചേർന്ന് നിന്ന് ആ ഈശോയുടെയും അമ്മയുടെ സ്നേഹം അറിയാൻ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകന് സാധിച്ചു. അതും ഈശോയുടെ ഒരു വലിയ കൃപയാണ്. ഈ അമ്മയാണ് വിശ്വാസ കൈമാറ്റം കൊടുക്കുന്നത്.
നാം മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ പറ്റി അറിയാത്തവരെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഈ കൊച്ചു പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചു മോൻ തന്നെ കഴുത്തിൽ കൊന്തയിട്ട് ഡോക്ടറെ തന്നെ അതിശയിപ്പിച്ച് പറയുകയാണ്, ഞാൻ കൃപാസനത്തിൽ പോകുന്നു, ഈശോ ദൈവകുമാരനും കൃപാസനം അമ്മയുമാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് വിളിച്ചു പറയാൻ ഈ കൊച്ചു പ്രായത്തിൽ സാധിച്ചതെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനമാണത്. ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ആ ഡോക്ടർ തന്നെ അതിശയിച്ചു പോവുകയാണ്. ഈ കൊച്ചു ചെറുപ്പകാലത്ത് ഈ അക്രൈസ്തവനായ ഈ കൊച്ചു മകൻ ഗോപിനാഥ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ആ ആഗ്രഹവും. പരീക്ഷയുടെ റിസൾട്ട് ഈ മകൻ പറയുന്നത്, എനിക്ക് പഠിക്കുവാൻ അത്ര കഴിവില്ലായിരുന്നു, പക്ഷെങ്കിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് സ്വന്തം അമ്മ കുരിശ് വരച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എന്നെ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ വിടുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പോവുകയാണ്, എനിക്കെല്ലാം A+ കിട്ടിയെന്നാണ് ഈ കൊച്ചുമകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൊച്ചു കുട്ടികളെയും വിശ്വാസത്തിലേക്ക് നമുക്കും അവരെ മുന്നോട്ട് നയിക്കാം. കൊച്ചു കൊച്ചു പ്രേക്ഷിതർ വലിയ വലിയ പ്രേക്ഷിതരായി ഈശോയുടെ അമ്മയുടെയും മക്കളായിട്ട് ജീവിതത്തിൽ കൂടുതൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തതയാണ് കൂടുതൽ ആവശ്യം. വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ. ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പേര് റിൻസി, ഇതെൻ്റെ മകൾ ടെസ. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. 2024 മെയ് 28-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഡയറക്റ്റ് വന്ന ആദ്യം, കാരണം ഞാൻ മസ്കറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. എനിക്കൊരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഡേറ്റൊന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മെയ് 28, 2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ജനുവരി 15 മുൻപ്, അതായത് 2025 ജനുവരി 15 മുൻപ് എനിക്ക് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അന്നേരം ഒന്നും ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വെളിയിലിറങ്ങി മൊബൈലിൽ ചെക്ക് ചെയ്തപ്പോഴത്തേന് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. അത് ജനുവരി 9, 10, 11 പക്ഷേ എനിക്ക് ജൂൺ 9, 10, 11 അത് 2024. എനിക്ക് ജൂൺ 4 തിരിച്ച് റീജോയിൻ ചെയ്യണമായിരുന്നു മസ്കറ്റിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരണം, കാരണം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ്, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മനസ്സിന് തോന്നി ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ ഒരാഴ്ചയും കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ജൂൺ 10, 2024 ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ടോട്ടൽ 35 പേരുണ്ടായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഞാനായിരുന്നു ലാസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പോഴും ഞാൻ മുറുക്കെ മാതാവിൽ വിശ്വസിച്ചു. കാശിരൂപം അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഹോൾ ടിക്കറ്റ് ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ഉറച്ച് വിശ്വാസമായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിസൾട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സായി. മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഉടമ്പടി വെച്ച അതേ ഡേറ്റിൽ ആ സമയത്ത് തന്നെ എനിക്ക് 2025 ജനുവരി 15 മുൻപ് തന്നെ, അതായത് ജനുവരി 6 ഞാൻ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാൾ മികച്ച നല്ല സേവനങ്ങളായിരുന്നു അവിടെ എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഞാൻ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുപോലെ 2022 ഫെബ്രുവരിയിൽ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. എനിക്ക് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുപോലെ ഞാൻ ഡയബറ്റിക്കാണ്. ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. PCOD ഉണ്ടായിരുന്നു, യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. അങ്ങനെ എനിക്ക് മാതാവ് 2022 ഫെബ്രുവരി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. 2022 മാർച്ച് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് പോസിറ്റീവായിരുന്നു. 2022 നവംബർ 9 മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഇവള്. അതുപോലെ ഞാൻ
2021 ഓൺലൈൻ വഴി എൻ്റെ സിസ്റ്ററിൻ ലോയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആൾക്ക് മസ്കറ്റിൽ മിനിസ്ട്രിയിൽ തന്നെ ഒരു ജോലി കിട്ടുകയും മാതാവ് കൂടുതൽ അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്ത വഴി എനിക്ക് കൂടുതൽ മാതാവിനോട് അടുക്കുകയും മാതാവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. ഒരു നേഴ്സ് ചെയ്യുന്നതിലുപരി എനിക്ക് അവിടെ വരുന്ന രോഗികളെ കൂടുതൽ പരിചരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലാണെങ്കിലും പത്രവിതരണം നടത്തുകയും എന്നിലൂടെ എനിക്ക് കുറേ ആളുകളോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറയുകയും മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പങ്കിടുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുവഴി കൂടുതൽ പേർ ഓൺലൈൻ വഴിയാണെങ്കിലും ഉടമ്പടി എടുക്കുകയും അവർക്കും അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്യുകയും എന്ന് അവരെന്നോട് പറഞ്ഞു. ഇനിയും എൻ്റെ മാതാവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ 29-30 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. റിൻസി റിജോ തൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങൾ അത് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഭവങ്ങളായിട്ട് ആ മകൾക്ക് ബോധ്യത്തിലുള്ളപ്പോഴാണ് ആ മകൾ ഇവിടെ വന്ന് ഇത് പങ്കുവെച്ച് നമ്മുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതായത് തൻ്റെ ജീവിതത്തിൽ താനൊരു നേഴ്സാണ്, എന്നാൽ ഒരു പ്രൈവറ്റ് ഫേമിൽ മാത്രം താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് തനിക്ക് ഗവൺമെൻറ്റിലേക്ക് ജോലി വേണം, MOH. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ ഈ മകൾക്കുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പിന്നീട് സമയത്തിൻ്റെ ചുരുക്കം, അത് ഉടമ്പടിയുടെ ഒരു പ്രധാന കണ്ടൻ്റാണ്. ഈ മകൾക്ക് അതുവരെയും ഒരു ഇൻ്റർവ്യൂവും ഓപ്പൺ ആകുന്നില്ല. എന്നാൽ താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു, ഇൻ്റർവ്യൂവിനുള്ള ദിവസങ്ങൾ കാണിക്കുന്നു. അവിടെയും താൻ പോകേണ്ട ലീവിൻ്റെ ദിവസങ്ങളുണ്ട്. അതിനുശേഷമാണ് ഉടമ്പടി. ലീവ് കഴിയും. വീണ്ടും ഒരു പ്രചോദനം ലഭിച്ചു എന്നാണ് റിൻസി പറയുന്നത്. നീ ലീവ് നീട്ടിയെടുക്കുക. അങ്ങനെ ഈ മകൾക്ക് ലീവ് നീട്ടിയെടുക്കുവാനും തൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഈ മകൾക്ക് കിട്ടി. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ MOH ജോലി ലഭിക്കുന്നു, സാലറി ഇൻക്രിമെൻ്റ് ലഭിക്കുന്നു. അങ്ങനെ അമ്മ തന്നെ തൊട്ട ദിവസങ്ങളായിട്ട് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യ അനുഭവങ്ങൾ തന്നെ റിൻസിക്ക് ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, അതായത് ഈ മകൾ ഡയബറ്റിക് പേഷ്യൻ്റാണ്, അതോടൊപ്പം തന്നെ തൈറോയിഡ് ഇതെല്ലാമുണ്ട്. തനിക്ക് ഫൈബ്രോയിഡ് എല്ലാം ഉള്ളപ്പോൾ തന്നെയും അതിനൊന്നും മെഡിസിൻ എടുത്തിരുന്നില്ല. താൻ എടുത്തിരുന്ന മെഡിസിൻ ഷുഗറിൻ്റേത് മാത്രമായിരുന്നു. എന്നിട്ട് അമ്മയോട് ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം ചെയ്യുന്നത്. ആ ഓൺലൈൻ ഉടമ്പടിയിലൂടെ അമ്മ തനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നൽകിയതെന്നും യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ, ഇതിനൊന്നും യാതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ അതേ അവസ്ഥയിലുള്ളപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്ത, തൻ്റെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കിയ ആ ഒരു അനുഭവം ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. അങ്ങനെ താൻ മൂലം ഒത്തിരിയേറെ പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയായതും തൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ തൻ്റെ ജോലിയേക്കാൾ ഉപരി അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, അതായത് രോഗി ശുശ്രൂഷ, രോഗി പരിചരണം,
അതിനെ അങ്ങനെ മാത്രം കണ്ടുകൊണ്ട് തൻ്റെ സമയത്തിൽ കൂടുതലും തൻ്റെ ആരോഗ്യത്തിൽ കവിഞ്ഞും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവിടുവാനും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായും ഒക്കെ സമയം ചിലവഴിക്കുവാനുമൊക്കെ തനിക്ക് സാധിച്ചു. ഇനിയും തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി ഏറ്റവും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് അമ്മ നൽകിയ ഒരു കനിഞ്ഞു നൽകിയ ഒരു കൃപയാണ്, അമ്മ ഈശോയിലൂടെ വാങ്ങിത്തന്ന കൃപയാണ് എന്ന് ഈ മകൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് തനിക്ക് വീണ്ടും ഈ ഉടമ്പടി ജീവിതം ഇവിടെ വന്ന് പുതുക്കുവാനും തുടർന്നും മുമ്പോട്ട് പോകുന്നത് ഈ ജീവിതത്തിലായിരിക്കുമെന്ന് പറയുവാനും ഈ മകൾക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ തളർന്നു പോവുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.